മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് PSC അറിവിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് PSC ബുള്ളറ്റിൻ 2019 ഓഗസ്റ്റ് 15 കൊടുത്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. നമ്മൾ 2019 ജൂൺ 1 മുതൽ 2020 നവംബർ വരെയുള്ള PSC ബുള്ളറ്റിനുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തതാണ്. അതിൻ്റെ തുടർ ക്ലാസ്സാണിത്. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കാണുക. 2019 ജൂൺ 1, ജൂൺ 15, ജൂലൈ 1, ജൂലൈ 15, ഓഗസ്റ്റ് 1. അപ്പോൾ അത്രയും ക്ലാസ്സുകൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഉള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് നോക്കിയേ, 2019 ഓഗസ്റ്റ് 15 കറണ്ട് അഫയേഴ്സാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാൻ നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തുടർ ക്ലാസ്സുകൾക്കായിട്ട് കേട്ടോ. അമേരിക്കയിൽ നിന്ന് ഇന്ത്യ പുതുതായി വാങ്ങുന്ന ഹെലികോപ്റ്റർ ഏതാ? AH-64 ആണ്. AH-64 ഹെലികോപ്റ്റർ നിർമ്മിക്കുന്ന അമേരിക്കൻ കമ്പനിയാണ് ബോയിങ്. സംസ്ഥാന സർക്കാരിൻ്റെ സിനിമാ രംഗത്തെ പരമോന്നത ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരം നേടിയത്. JC ഡാനിയൽ പുരസ്കാരം 2019 കിട്ടുന്നത് ഷീല. കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചത് പുഴനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിനാണ്. തിരുവനന്തപുരം ജില്ലയിലെ പുഴനാട് കുടുംബാരോഗ്യ കേന്ദ്രം കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് NQAS. ഇതിൻ്റെ കൂടെ ഒരു ഷോർട്ട് നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നോക്കിയോ. രാജ്യത്തെ മികച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ആദ്യത്തെ 7 സ്ഥാനവും കേരളത്തിനാണ്. തിരുവനന്തപുരം ജില്ലയിലെ പുഴനാട് കുടുംബാരോഗ്യ ക്ഷേമകേന്ദ്രം കൂടാതെ ചാലിയാർ, ശ്രീകൃഷ്ണപുരം, ഓതറ, രാമനാട്ടുകര, കൊട്ടിയൂര്, മുണ്ടൂര് എന്നിവയാണ് അംഗീകാരം ലഭിച്ച മറ്റ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ. ഓക്കെ, ഈയിടെ അന്തരിച്ച മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റും എഴുത്തുകാരനും ചിന്തകനുമായ വ്യക്തി MA തങ്ങളാണ്. ഇവിടെ ഒരു ഷോർട്ട് നോട്ട് നോക്കിക്കോണേ. ഷീല നമ്മൾ പഠിച്ചില്ലേ, JC ഡാനിയൽ പുരസ്കാരം, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം നോക്കിയേ. സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടിക്കുള്ള ആദ്യ പുരസ്കാരം നേടിയത് ഷീലയാണ്. 1969 കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 1971 ശരശയ്യ, ഒരു പെണ്ണിൻ്റെ കഥ, ഉമ്മാച്ചു എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് 2ാം സ്ഥാനവും 1976 അനുഭവം എന്ന ചിത്രത്തിലൂടെ 3ാം തവണയും ഇതേ പുരസ്കാരത്തിന് അർഹയായി. അപ്പോൾ 3 തവണ കിട്ടിയിട്ടുണ്ട്. 1969, 71, 76. 2020 ക്രിക്കറ്റിൽ 1000 റൺസും 100 വിക്കറ്റും തികച്ച ആദ്യ താരം എലീസ പെറി. ഓസ്ട്രേലിയയുടെ വനിതാ ടീം ഓൾറൗണ്ടറാണ്. 2020 ക്രിക്കറ്റിൽ 1000 റൺസും 100 വിക്കറ്റും തികച്ച ആദ്യ താരമാണ് ഇത്, എലീസ പെറി. ഓസ്ട്രേലിയൻ വനിതാ ടീം ഓൾറൗണ്ടറാണ്. ഈയിടെ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവാണ് ജയ്പാൽ റെഡ്ഡി. ആ പേജ് കഴിഞ്ഞ് നമുക്ക് അടുത്ത പേജ് നോക്കാം. 2019 ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ. IK ഗുജറാൾ, മൻമോഹൻ സിംഗ് മന്ത്രിസഭകളിൽ വാർത്താ വിതരണം, പെട്രോളിയം, നഗരവികസനം, ശാസ്ത്ര സാങ്കേതികം തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്ത വ്യക്തിയാണ് ജയ്പാൽ റെഡ്ഡി. മികച്ച പാർലമെന്റേറിയനുള്ള ബഹുമതി നേടിയിട്ടുണ്ട്. 2019 ഐഫോൺ ഫോട്ടോഗ്രഫി മത്സരത്തിൽ സൂര്യാസ്തമയം എന്ന വിഭാഗത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ 1ാം സ്ഥാനം നേടിയ ആദ്യ മലയാളിയാണ് ശ്രീകുമാർ കൃഷ്ണൻ. 2019 ഐഫോൺ ഫോട്ടോഗ്രഫി മത്സരത്തിൽ സൂര്യാസ്തമയം എന്ന വിഭാഗത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ 1ാം സ്ഥാനം നേടിയ ആദ്യ മലയാളിയാണ് ശ്രീകുമാർ കൃഷ്ണൻ. രാജ്യത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കടുവാ സംരക്ഷണ കേന്ദ്രം ഏതാണ്? പെരിയാറാണ്. രാജ്യത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കടുവാ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ. ഈയിടെ ഭൗമസൂചിക പദവി നേടിയ കാർഷിക ഉൽപ്പന്നം
കൊടൈക്കനാൽ മലവെള്ളുള്ളിയാണ്. കൊടൈക്കനാൽ മലവെള്ളുള്ളി. ലോകത്ത് എക്കാലത്തെയും ഏറ്റവും ചൂട് അനുഭവപ്പെട്ട മാസം 2019 ജൂലൈയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത്. അത് യൂറോപ്യൻ യൂണിയൻ്റെ കേന്ദ്രീകൃത എർത്ത് ഒബ്സർവേഷൻ നെറ്റ്വർക്ക് പുറത്തുവിട്ട വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്. ഏകീകൃത അടിസ്ഥാനത്തിൽ വേതന നിരക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനായി ലോക്സഭ പാസാക്കിയ ബില്ലാണ് വേജ് കോഡ് ബില്ല്. ഏകീകൃത അടിസ്ഥാനത്തിൽ വേതന നിരക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ലോക്സഭ പാസാക്കിയ ബില്ലാണ് എന്ത്? വേജ് കോഡ് ബില്ല്. അതിർത്തി രക്ഷാസേനയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് അദ്ദേഹം മാറിയിട്ടുണ്ട് കേട്ടോ. രാകേഷ് അസ്താനയാണിപ്പം. ജോഹരി മാറിയിട്ടുണ്ട്. രാകേഷ് അസ്താന നിലവിലെ BSFൻ്റെ ഡയറക്ടർ ജനറലാണ് രാകേഷ് അസ്താന. ഇനി കരസേനയുടെ അത് നമ്മളിപ്പോൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കുന്നുണ്ടല്ലോ. കരസേനാ മേധാവി, നിലവിലെ കരസേനാ മേധാവി ആരാണ്? ജനറൽ മനോജ് മുകുന്ദ് നരവാനെയാണ്. നിലവിലെ കരസേനാ മേധാവി എന്ന് പറയുന്നത് ജനറൽ മനോജ് മുകുന്ദ് നരവാനെ. ഇപ്പോഴത്തെ വ്യോമസേനാ മേധാവി ആരാണ്? വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ RKS ഭദൗരിയ. എയർ ചീഫ് മാർഷൽ PSCയുടെ പ്രീവിയസ് ആണിത് കേട്ടോ. കറണ്ട് അഫേഴ്സിൽ പ്രീവിയസ് ആയിട്ട് കരസേന, വ്യോമസേന, നാവികസേന ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പം കരസേനാ മേധാവി മനോജ് മുകുന്ദ് നരവാനെ, വ്യോമസേനാ മേധാവി RKS ഭദൗരിയ, നാവികസേനാ മേധാവി അഡ്മിറൽ കരംബീർ സിംഗ് ആണ്. നാവികസേന കരംബീർ സിംഗ്, വ്യോമസേന RKS ഭദൗരിയ, കരസേന മനോജ് മുകുന്ദ് നരവാനെ. ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ആര്? ബോറിസ് ജോൺസൺ. ബോറിസ് ജോൺസൺ. പുതിയ ബ്രിട്ടീഷ് മന്ത്രിസഭയിൽ പ്രീതി പട്ടേൽ, അലോക് ശർമ്മ, ഋഷി സുനാക് എന്നീ ഇന്ത്യൻ വംശജര് ഉണ്ട്. പ്രീതി പട്ടേലാണ് ബ്രിട്ടനിൽ ആഭ്യന്തരമന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യൻ വംശജ. ഒന്ന് നോട്ട് ചെയ്തേരെ. ബ്രിട്ടനിൽ ആഭ്യന്തരമന്ത്രിയാകുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജ ആരാണ്? പ്രീതി പട്ടേലാണ്. പ്രീതി പട്ടേൽ ഇന്ത്യൻ വംശജയാണ്. കർണാടകത്തിലെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് അധികാരം ഏറ്റത് ആരാണ്? കർണാടകത്തിലെ മുഖ്യമന്ത്രി ആരാ? നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? ആരാ? അതിന് മാറ്റമില്ല. BS യെഡിയൂരപ്പ തന്നെയാണ് കർണാടകത്തിലെ പുതിയ മുഖ്യമന്ത്രി. BS യെഡിയൂരപ്പ. മുഖ്യമന്ത്രി നിലവിലെ മുഖ്യമന്ത്രിമാരുടെ ക്ലാസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഈയിടെ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ശ്രീലങ്കൻ പേസ് ബോളർ ആരാ? ലസിത് മലിംഗ. പേസ് ബോളർ ആണോ? ഓക്കെ, ലസിത് മലിംഗ. രാജ്യസഭ പാസാക്കിയ വിവരാവകാശ കമ്മീഷണർമാരുടെ പ്രവർത്തന കാലാവധിയും ശമ്പളവും നിശ്ചയിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാക്കുന്ന ബില്ല്. രാജ്യസഭ പാസാക്കിയ വിവരാവകാശ കമ്മീഷണർമാരുടെ പ്രവർത്തന കാലാവധിയും ശമ്പളവും നിശ്ചയിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാക്കുന്ന ബില്ല് ഏതാണ്? വിവരാവകാശ നിയമ ഭേദഗതി ബിൽ ജൂലൈ 25-നാണ് 2019 ജൂലൈ 25-ന് പാസ്സാക്കി. 2019 ജൂലൈ 25-ന് പാസ്സാക്കി. ഈയിടെ അന്തരിച്ച ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ വിദേശകാര്യമന്ത്രി നമുക്കെല്ലാം അറിയാം അല്ലേ? സുഷമ സ്വരാജാണ്. സുഷമ സ്വരാജാണ്. ഷോർട്ട് നോട്ട് പോലെ തന്നിട്ടുണ്ട്. 1952 ഫെബ്രുവരി 14-ന് ഹരിയാനയിലെ അംബാലയിലാണ് സുഷമ സ്വരാജ് ജനിച്ചത്. ആദ്യ ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, ഡൽഹിയിലെ ആദ്യത്തെ ലോക്സഭാ വനിതാ പ്രതിപക്ഷ നേതാവ്, ഡൽഹിയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി എന്നീ വിശേഷണങ്ങൾക്ക് ഉടമയാണ്.
7 തവണ ലോക്സഭാംഗം ആയിട്ടുണ്ട്. ഹരിയാന മന്ത്രിസഭയിലാണ് ആദ്യമായി മന്ത്രിയായത്. 15ാം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. 2ാം തവണ മികച്ച പാർലമെൻറ്റേറിയനുള്ള ബഹുമതി നേടിയിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ലോക്സഭാ വനിതാ പ്രതിപക്ഷ നേതാവും ഡൽഹിയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി എന്നീ വിശേഷണങ്ങൾക്ക് ഉടമയാണാര്? സുഷമ സ്വരാജ്. ഏറ്റവും നന്നായി കടുവ സംരക്ഷണ കേന്ദ്രങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള അംഗീകാരം ലഭിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അന്താരാഷ്ട്ര കടുവാ ദിനം ജൂലൈ 29 രാജ്യത്തെ മൊത്തം കടുവകളുടെ എണ്ണം 2967. രാജ്യത്തെ മൊത്തം കടുവകളുടെ എണ്ണം 2967. കേരളത്തിൽ എത്ര എണ്ണം ഉണ്ട്? 190. ബില്ലിലൂടെ കാശ്മീരിനെ വിഭജിച്ചുണ്ടായ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ജമ്മു കാശ്മീരും ലഡാക്കുമാണ്. അപ്പോൾ ഇത്രയാണ് ഇവിടെ കൊടുത്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഏതാ? 2019 ഓഗസ്റ്റ് 15. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു. പുതിയൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്